ബിജു മേനോൻ എന്ന് പറയുന്ന ആക്ടർ ഗംഭീര ആക്ടറാണ്. ബിജു മേനോനെ നന്നായിട്ട് അറിയാവുന്ന ആള്. അയാളിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കാവുന്ന അതേ പ്രതീക്ഷിക്കാവുള്ളൂ. ഞാൻ ആർക്കറിയാൻ ചെയ്തതാണല്ലോ. എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എന്ത് നല്ലതായിട്ട് അദ്ദേഹം അഭിനയിച്ചു, ഒരു കുഴപ്പമില്ല. അത് കറക്റ്റ് സമയത്ത് വരുമായിരുന്നു. 1, 2, 3 ഇന്റർവ്യൂവിന് വന്നു. നമുക്ക് അതിൽ കൂടുതൽ ഞാൻ പുള്ളിയോട് ഡിമാൻഡ് ചെയ്തില്ല. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഇപ്പം എന്താ, നമുക്ക് അദ്ദേഹത്തെ സിനിമയിൽ കൊണ്ടുവന്നു, അദ്ദേഹത്തിന് ഇത്രേ അത് കഴിഞ്ഞ് കിട്ടത്തുള്ളൂ എന്നുള്ള ചിന്ത ആ പ്രൊഡ്യൂസർക്ക് വേണം. കാര്യം ഇത് ഇന്ന് കിളുത്ത് വന്ന ആളല്ലല്ലോ ബിജു മേനോൻ എന്നല്ല, എല്ലാവരുടെയും കാര്യത്തിൽ പറയാം. നമുക്ക് അത് എൻ്റെ ചിന്തയാണ്. ഞാനിപ്പോൾ ബിജു മേനോനെ വെച്ച് നാളെ ഒരു സിനിമ ചെയ്യേണ്ടി വന്നാൽ തീർച്ചയായിട്ടും ചെയ്യാൻ പോകും. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഈ വലുതായിട്ടൊന്നും കാര്യം ഇന്ന് വരെ ഞാൻ അദ്ദേഹം അങ്ങനെ പ്രൊമോഷന് പോയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ശരിയാണ് അല്ലേ? അന്നേരം നമ്മൾ അതേ പ്രതീക്ഷിക്കാവുള്ളൂ. അത് പ്രതീക്ഷിക്കാതെ നമ്മൾ ചാനലുകാരോട് എന്നോട് ഇന്ന് വരെ ഒരു ചാനലുകാർ ഇവർ പ്രൊമോഷന് വരാത്തതുകൊണ്ട് പൈസ വെട്ടി കുറയ്ക്കുന്നു ഞാൻ കേട്ടിട്ടില്ല. ഇതൊക്കെ ഇനി പുതിയ വല്ല സിസ്റ്റമാണോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല കേട്ടോ. 25 ലക്ഷം രൂപ വെട്ടി കുറച്ചു എന്ന് വായിച്ചു. പക്ഷെ തീർച്ചയായിട്ടും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് 100% നല്ലതാണ്. അങ്ങനെ പറയണം. അത് ബി ഉണ്ണികൃഷ്ണൻ മാത്രമല്ല, പ്രൊഡ്യൂസർ അസോസിയേഷനും പറയണം, ചേംബറും പറയണം, എല്ലാവരും പറയണം.